കന്നി 20 പെരുന്നാൾ നേർച്ചക്കഞ്ഞി വിതരണത്തിനുള്ള പന്തലിന്റെ കാലിനട്ട് കർമ്മം നിർവഹിച്ചു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഘോഷയാത്രയായാണ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച കാൽ മൈതാനത്തേക്ക് കൊണ്ടുപോയത്. ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ കന്നി 20 പെരുന്നാളിന് നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാനുള്ള പന്തലിന്റെ കാൽ നാട്ടുകർമ്മം നിർവഹിച്ചു. പ്രധാന പെരുന്നാൾ തലേ ദിവസമായ ഒക്ടോബർ 2 രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ പള്ളിയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകുന്നതിനായി ഒരുക്കുന്ന പടുകൂറ്റൻ പന്തലിന്റെ കാൽനട്ടുകർമ്മം വികാരി ഫാദർ ജോസ് പടത്തുവയിലാണ് നിർവഹിച്ചത്. മഹാപരിശുദ്ധനായ എൽദോമാർ ബേസോലിയോസ് ബാവായുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഘോഷയാത്രയായാണ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച കാൽ മൈതാനത്തിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലം MLA ആന്റണി ജോൺ, മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ്, കൺവീനർ KA നൌഷാദ്, സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിയിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലീം ചെറിയൻ മാവേലി, ബേബി പാറേക്കര, എബി ചേലാട്ട്, ബിനോയ് മണ്ണഞ്ചാരിൽ, ഡോക്ടർ റോയ് മാലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാപരിശുദ്ധന്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000-കണക്കിന് ആളുകൾ ദിവസങ്ങളോളം കോതമംഗലത്തേക്ക് ഒഴുകിയെത്തുകയാണ്. കോതമംഗലത്ത് പെരുന്നാൾ ദിവസങ്ങളിൽ കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് നേർച്ച വിളമ്പുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിപുലമായ ക്രമീകരണങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ പള്ളിക്ക് സമീപത്തായിട്ട് ഗ്രൗണ്ടിൽ ഒരുക്കിയിരുന്നു. ഇത്തവണ മുൻ വർഷങ്ങളിലേക്കാളൊക്കെ കൂടുതലായി ഭക്തജനങ്ങൾ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ നേരത്തെ തന്നെ നമ്മൾ വിശാലമായ പന്തൽ ഇവിടെ ഒരുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ കാൽനാട്ട് കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.